വനിതാ സംവരണ ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വനിതാ സംവരണ ബിൽ രാജ്യവിരുദ്ധമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. സ്വന്തം ശക്തി ക്ഷയിക്കുന്നു എന്ന് ഭയം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഭൂപടം മാറ്റാനുള്ള ബില്ലിന് BJP ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. The first truth is that this is not a women's bill. This is nothing to do with the empowerment of women. This is an attempt to change the electoral map of India. Using and hiding behind India's women. That in order for the BJP to remain in power, we are going to take away representation from you. This is nothing short of an anti-national act. Everybody knows a partnership between our friend, the magician, and the businessman. Sir, the truth is the magician has been caught. The magician of Balakot, the magician of demonetization, the magician of Sindhur has suddenly got caught. Why? Because he was... No. പ്രധാനമന്ത്രിയെ ജാലവിദ്യക്കാരനോട് ഉപമിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധവുമായി ഭരണപക്ഷങ്ങൾ രംഗത്തെത്തി. രാഹുൽ മാപ്പ് പറയണം എന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. जनता ने उन्हें प्रधानमंत्री बनाया है. हमारे दल को इतनी स्ट्रेंथ भी है जिससे स्ट्रेंथ के कारण वह प्रधानमंत्री बने. यह किसी व्यक्ति का यह अपमान नहीं कर रहे हैं बार बार मैजिशियन कहकर. देश की जनता का अपमान कर रहे हैं अध्यक्ष महोदय. और मैं आपसे अनुरोध करना चाहता हूं, जिन शब्दों का इन्होंने प्रयोग किया उसे सदन की कार्रवाई से बाहर निकाला जाना चाहिए और राहुल गांधी को क्षमा मांगनी चाहिए देशवासियों. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികരെ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ആരോപണം. राहुल गांधी जी ने जैसे ऑपरेशन सिंदूर को जादू किया है बोलता है. बालाकोट स्ट्राइक हमारे वीर जवानों ने जो कार्रवाई किया उसको मजाक उड़ा रहे हैं. 140 करोड़ भारतीयों ने प्रधानमंत्री बनाया, उसको वो जादू कहते हैं. कोई तरीका है? എന്നാലും രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. PR അരവിന്ദ് ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ഒരു ഭരണഘടനാ ബില്ലാണ്, അതിന്റെ ചർച്ച നടക്കുന്നു, ഒരു മാരത്തൺ ചർച്ച എന്നതിന് പറയാം. ഇന്നലെ പ്രിയങ്ക ഗാന്ധി എന്തു ചെയ്തു, അതിന്റെ തുടർച്ച രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ നടത്തി എന്നുള്ളതാണ്. രൂക്ഷമായ പരിഹാസം, ശക്തമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും കടന്നാക്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അതവിടെ വലിയ ബഹളത്തിന് കാരണമാവുകയും ചെയ്തു. നിലവിൽ എന്താണ് സഭയിൽ നടക്കുന്നത്? ഒപ്പം തന്നെ എന്തായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്? അതിനോട് എങ്ങനെയാണ് ഭരണപക്ഷം പ്രതികരിച്ചത്? ദിൽന പ്രജിൻ, വനിതാ സംവരണ ഭേദഗതി ബില്ലിലെ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി സംസാരിക്കാനുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അല്പസമയം മുമ്പ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും അതിശക്തമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഇന്ദിരാഗാന്ധി നൽകിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സന്ദേശങ്ങളടക്കം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. ഇതുകൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു ജാലവിദ്യക്കാരനുമായിട്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഉപമിച്ചത്. ജാലവിദ്യക്കാരനും അതുപോലെ തന്നെ ഒരു വ്യവസായിയും തമ്മിലുള്ള ബന്ധമെന്ന മോദി അദാനി ബന്ധത്തെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. ഈ ബില്ലെന്ന് പറയുന്നത് വനിതാ സംവരണത്തിന് വേണ്ടി BJP കൊണ്ടുവന്നതല്ല, മറിച്ച് ഇത്തരത്തിൽ ഇതിന്റെ പിന്നിൽ രഹസ്യമായ അജണ്ടകളുണ്ട്. ഒരു ദേശവിരുദ്ധ ബില്ലാണ് ഇപ്പോൾ BJP ഇതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും വടക്ക് കിഴക്കൻ
സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം പാർലമെന്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 2029 തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയിലാണ് BJP ഉള്ളതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയിൽ നിന്നാണ് BJP നേതൃത്വം ഈ ബില്ലുമായി മുന്നോട്ട് പോയത്. കൃത്യമായി ബില്ല് പരാജയപ്പെടുമെന്ന ബോധം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ബില്ലുമായി മുന്നോട്ട് കൊണ്ടുവരാൻ ഉണ്ടായ സാഹചര്യം അത് ഗുരുതരമായി ഇതിന് പിന്നിൽ നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ടെന്നടക്കം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നാലെ രാഹുൽ നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് മുന്നിൽ നരേന്ദ്രമോദി കീഴടങ്ങി നടക്കുമ്പോൾ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തി. ഒരു മജീഷ്യനുമായിട്ടാണ് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി ഉപമിച്ചത്. പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ്. രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്നും രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നു ചെയ്തുവെന്നും പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. ഈ സഭാരേഖകളിൽ നിന്ന് ഈ രാഹുലിന്റെ പരാമർശങ്ങൾ നീക്കണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെടുകയും അത് നീക്കം ചെയ്യാമെന്ന് സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും തങ്ങൾ ഈ ബില്ലിനെ എതിർക്കുമെന്ന് തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ബില്ലിനെ പരാജയപ്പെടുത്തുമെന്നതാണ് രാഹുൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ബില്ലുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. നിലവിൽ ഭരണഘടനാ ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാവുക. നിലവിലെ സാഹചര്യത്തിൽ ബില്ല് ഒരു കാരണവശാലും ലോക്സഭ പാസ്സാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നാൽ മാത്രമാകും ഈ ബില്ല് കേന്ദ്ര സർക്കാരിന് പാസ്സാകാൻ സാധിക്കുക. കോൺഗ്രസിന്റെ വിലയിരുത്തൽ അനുസരിച്ച് 230ഓളം MPമാർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിലൊരു വിലയിരുത്തലുള്ളത്. നിലവിൽ NDAയുടെ ലോക്സഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 293 67 പേരുടെ പിന്തുണ കൂടി അധികമായി ലഭിച്ചാൽ മാത്രമായിരിക്കും 3/2 ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കുക. നേരത്തെ ഈ ബില്ലിന്റെ അവതരണ വേളയിൽ 251 പേരാണ് ബില്ലിന്റെ അവതരണത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അതേസമയം തന്നെ 185 പേർ അവതരണത്തെ എതിർത്തും വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ കൃത്യമായി ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് കേന്ദ്ര സർക്കാരിന് ഇല്ലാത്തൊരു സാഹചര്യമാണ്. എന്തായാലും വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ സഭയിൽ അവതരിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായിരിക്കും ആ റിപ്പോർട്ട് എന്നതാണ് ഇനി പ്രതിപക്ഷം അടക്കമുള്ളവർ ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും ഇതിനോടൊപ്പം തന്നെ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ 3 ബില്ലുകളെയും എതിർത്ത് വോട്ട് ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര സർക്കാർ നേതാക്കളെയും അതോടൊപ്പം തന്നെ BJP നേതാക്കളെയും രാഹുൽ ഗാന്ധി ആക്രമിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പരിഹാസമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് BJP നേതാക്കൾക്കെതിരെ ഉയർന്നത്. അതിന് തുടരുക. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള അവരുടെ നിലപാടുകൾ ഓരോ പാർട്ടിയും വ്യക്തമാക്കുന്നു, ഓരോ അംഗങ്ങളും വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് 60 വർഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നതെന്ന് കേന്ദ്രം വാദിക്കുന്നു. ആ ചോദ്യം ഉയർത്തുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഈ രീതിയിലൊരു ബില്ലിലെ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കേന്ദ്രം എന്ന ചോദ്യം മറുഭാഗത്തുനിന്നും വരുന്നുണ്ട്. അതിന്ന് 2ാം ദിവസം ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യം KC വേണുഗോപാലാണ് ചർച്ച തുടങ്ങിയത്. പിന്നീട് DMK MP കന്നിമൊഴി സംസാരിക്കുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ അവിടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ജയിക്കാനായി BJP രാജ്യത്തെ വനിതകളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ് എന്നാണ് കന്നിമൊഴി പറഞ്ഞത്. ബിൽ വന്നാൽ പാർലമെന്റിൽ തമിഴ് ശബ്ദം ഇല്ലാതാകും. ജനസംഖ്യാ നിയന്ത്രണം മികച്ച രീതിയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നതാണ് ഈ ബിൽ എന്നുകൂടി കന്നിമൊഴി പറഞ്ഞിരുന്നു. This is not constitutional reform you're talking about. This is a electoral rescue strategy in these states because you are not going to do well. And we are saying it also now. Tying women's reservation bill to delimitation is a trap. It was designed so that you could never have one without the other. So that the BJP can say, if you oppose delimitation, then you're opposing women's rights. If you oppose the destruction of Tamil Nadu's representation, you are against women. The BJP is using women of India as a human shield for its electoral ambitions. എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നുമൊക്കെ ഈ ബില്ലിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. അരവിന്ദ്, നിലപാടുകൾ വ്യക്തമാക്കുന്നു. ഓരോ പാർട്ടിയുടെയും പ്രതിനിധികൾ സഭയിൽ ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായത് നിലവിലെ ഈ ബില്ല്, അതിലെ ഭേദഗതികൾ, അതിലെ വ്യവസ്ഥകൾ അത് സ്ത്രീ ശാക്തീകരണം, വനിതാ ശാക്തീകരണത്തിന് അല്ല ലക്ഷ്യമിടുന്നത് എന്നുള്ള വിമർശനം അത് ഓരോ പ്രതിപക്ഷാംഗങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ അജണ്ട കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് അത് തെളിവ് സഹിതം വ്യക്തമാക്കുന്നത് പ്രതിപക്ഷം?
പ്രജിൻ, ഇന്നലെയാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലടക്കം 3 ബില്ലുകളിൽ ചർച്ചയായി ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12:30 കൂടി തന്നെ ഇന്നലെ ചർച്ച ആരംഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 വരെയാണ് ചർച്ചകൾ നീണ്ടുനിന്നത്. അതിനുശേഷം 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ച ശേഷം വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോഴത്തെ നിലവിലെ 543 എന്ന ലോക്സഭയിലെ അംഗത്വം അത് 850 ഉയർത്തും. അത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം വനിതാ സംവരണം നടപ്പിലാക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ നിലവിലെ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2011 സെൻസസ് അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മണ്ഡല പുനർനിർണയം നടത്തുക. അത്തരമൊരു നടപടി എന്തുകൊണ്ട് നടത്തുന്നു? കാരണം 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയുണ്ട്. അപ്പോൾ തിടുക്കപ്പെട്ട് കൃത്യമായി കൂടിയാലോചനകൾ നടത്താതെ ഈ മണ്ഡല പുനർനിർണയം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നതിലാണ് പ്രതിപക്ഷം ഏറ്റവും അധികം വിമർശനം ഉയർത്തുന്നത്. കാരണം മണ്ഡല പുനർനിർണയം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് ഭൂപടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചനകൾ നടത്തിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് സംസാരിച്ച ശശി തരൂർ എം പി അടക്കം ഇത് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ചകൾ ആവശ്യമായ ഒരു വിഷയമാണ്. അതൊരു പെട്ടെന്നൊരു ദിവസം കൊണ്ടുവരിക, ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൊണ്ടുവരിക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 29 ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ശേഷം ഒരു സർവകക്ഷി യോഗം വിളിക്കുക, കൃത്യമായി പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ ആ സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ അംഗങ്ങളെ അടക്കം വിളിച്ചുകൊണ്ട് കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്നതാണ് പ്രതിപക്ഷം ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരമൊരു ആവശ്യമൊന്നും കേന്ദ്ര സർക്കാർ കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ അത് പരിഗണിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തത്. എന്നാലും ഇന്ന് കനിമൊഴി അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് ഇത് നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം സഭയിൽ കുറയാനുള്ള സാഹചര്യമുണ്ട്. കാരണം ജനസംഖ്യാ നിയന്ത്രണം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ ഈ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ സീറ്റിന്റെ എണ്ണം ഉയരാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റിന്റെ എണ്ണം വലിയ രീതിയിൽ കുറയാനുമുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ പ്രാധാന്യത്തിൽ ഇത്തരത്തിലുള്ള അനുപാതത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരും. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കൃത്യമായ പ്രാതിനിധ്യം, നിലവിലുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, എന്തുകൊണ്ടാണ് വനിതാ സംവരണം മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നത്? നിലവിൽ 543 അംഗങ്ങൾ ലോക്സഭയിലുണ്ട്. ആ 543 അംഗങ്ങളിൽ വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന് കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വനിതാ സംവരണത്തിന്റെ പേരാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ വനിതാ സംവരണം നിലവിലെ അംഗസംഖ്യയിൽ നടപ്പിലാക്കൂ, ഞങ്ങൾ അനുകൂലിക്കാമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് ചില വ്യവസ്ഥകളെല്ലാം മുന്നോട്ട് വയ്ക്കാമെന്ന് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. 50% സീറ്റ് വർധനമെന്ന ഒരു ഉപാധി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു ആവശ്യമൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വനിതാ സംവരണം അനുകൂലിക്കണമെങ്കിൽ നിലവിൽ 543 അംഗങ്ങളുണ്ട്. ആ 543 സംഖ്യയിൽ വനിതാ സംവരണം നടപ്പിലാക്കണം. അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ ബില്ലിനെ അനുകൂലിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം മുന്നോട്ട് പോയി എന്നതാണ് ഏറെ ശ്രദ്ധേയം. മുൻപ് ഇന്ത്യ സഖ്യത്തിന്റെ പല യോഗങ്ങളും ചേർന്നിരുന്നു. അന്ന് തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ആം ആദ്മി പാർട്ടി ആകട്ടെ ഈ യോഗത്തിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കാൻ, ഏത് രീതിയിലും ഈ ബിൽ പാസ്സാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. എന്താണ് സർക്കാരിന്റെ നീക്കം എന്ന് കാണേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു മറുപടി പ്രസംഗം നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വോട്ടെടുപ്പും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.